നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായിട്ടെത്തുന്ന കലാരംഗത്ത് നിറസാന്നിധ്യമായൊരു വ്യക്തിത്വം. മേക്കപ്പ് മാനാണ്, നാടകരചയിതാവാണ്, സംവിധായകനാണ്. ഒപ്പം മലയാള സിനിമയിലെ പ്രതിഭാധനരായ അഭിനേതാക്കൾക്ക് ചമയം ഇട്ടിട്ടുള്ളൊരു കലാകാരനാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലൗലി കാസിം ആലപ്പുഴ. എനിക്കേറെ അഭിമാനമുണ്ട് ഇക്കയുമായിട്ട് ഈ ഒരു അഭിമുഖം നടത്തുന്നത്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി കാലഘട്ടം മുതൽ ഇക്ക എന്താ പറയുക കലാരംഗത്ത് സജീവമായിട്ടുണ്ട്. അന്നൊക്കെ ലൗലി കാസിം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം ലൗലി സ്റ്റുഡിയോ ഉണ്ട് ആലപ്പുഴയിൽ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റുഡിയോയിൽ നിന്ന് കളർ അല്ലെങ്കിൽ AI കാലഘട്ടത്തിലേക്കൊക്കെ ഇന്ന് കാലം എത്തിയിരിക്കുക. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അന്ന് ഇന്നത്തെ ഫോട്ടോഗ്രാഫറെ പോലല്ല. അന്ന് ഡാർക്ക് റൂം വർക്ക്, ഡെവലപ്പർ കൂട്ടൽ, ഡാർക്ക് റൂമിൽ ടച്ചിങ് ആൻഡ് ഫിനിഷിങ്, ലൈറ്റിങ്, ഇതെല്ലാം കൂടെ ചേർന്ന് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം. അത് വാഷ് ചെയ്യുന്ന തന്നെ 6 മണിക്കൂർ റണ്ണിങ് വാട്ടറിലിട്ട് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് എല്ലാവരും ചെയ്തെടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം പഴകുമെന്നാണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്നും നിലനിൽക്കുന്ന ഇന്ത്യയിൽ അതിന് ഉദാഹരണമായ ഫോട്ടോയും ഉണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ ഫോട്ടോസും ഉണ്ട് ഇന്ത്യയിൽ. അത് എത്ര വർഷമായിട്ടുണ്ട് ഉദ്ദേശം? ഏകദേശം 55 വർഷത്തിന് മുൻപാണ്. 55 വർഷത്തിന് മുൻപ് ആണ് ഈ ഫോട്ടോഗ്രാഫി ആയിട്ട് ഞാൻ തുടങ്ങുന്നത്. അന്നത്തെ കാലത്തെടുത്ത പ്രശസ്തരായ വ്യക്തികളുടെ ഫോട്ടോകളൊക്കെ ഒരു ഓർമ്മയില് അന്ന് സ്കൂൾ വർക്കാണ് അധികം കൂടുതൽ ഞാൻ ചെയ്തത്. അന്ന് 2 രൂപയ്ക്ക് ഒരു ക്യാബിനറ്റ് സൈസ് ഹാഫ് സൈസ് ഫോട്ടോ 40 കുട്ടികളെ ഇരുത്തിക്കൊണ്ട് മറ്റേ തുണിയൊക്കെ ഇട്ടിട്ട് ഷട്ടർ ഇല്ലാത്ത ക്യാമറ ആണെന്ന്. തടിയുടെ വലിയ ക്യാമറ, അതിൽ അടപ്പ് തുറന്ന് വേണം ഷട്ടർ ആയിട്ട് മാറ്റാൻ. ആ സമയത്ത് ഇന്നത്തെ പോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കണം, ഷെയ്ക്ക് ആകാൻ പാടില്ല. അതുപോലെ ഡേ ലൈറ്റിൽ എടുക്കുമ്പോൾ ലൈറ്റ് എല്ലാം ക്രമീകരിച്ച് കറക്റ്റ് ആക്കിയിരിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ്. വലിയ പ്രോസസിംഗ് ആയിരുന്നു. അന്ന് ആലപ്പുഴയിൽ ഒരു 3-4 സ്റ്റുഡിയോ ഉള്ളു. പത്മനാഭൻ നായർ, ലൂയിസ് സെൻസ്, കുര്യൻസ്, ജോസ് സ്റ്റുഡിയോ, ഫോട്ടോലാൻഡ്, പിന്നെ ലൗലി സ്റ്റുഡിയോ. സ്റ്റുഡിയോ അന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചാൽ ഈ സ്റ്റുഡിയോ മാത്രമല്ല, അല്ലാതെ തന്നെ കലാരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാളും കൂടെ. സ്റ്റുഡിയോയിൽ വെച്ചാണ് ഞാൻ പല കലാരൂപങ്ങളും നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈ സ്റ്റുഡിയോയിൽ ഒത്തിരി കലാകാരന്മാര് വരും. വരുന്ന സമയമുണ്ട്. അത് ഉദാഹരണമായിട്ട് പല വ്യക്തിത്വങ്ങളും എന്റെ അടുക്ക വന്ന അഭ്യുതാംക്ഷികളായിട്ട് അങ്ങനെ വന്നിട്ടുള്ളവരാരൊക്കെ? അതെ, പുന്നപ്രവാസന്റെ അച്ഛൻ തന്നെ എന്റെ വലിയ സുഹൃത്തായിരുന്നു. പറയാറുണ്ട്. പുള്ളി നാടൻ കലാരൂപങ്ങളെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. അന്നൊക്കെ ഞാൻ എന്റെ ബെഡ് നമ്പർ 5 നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പുള്ളി ഒരു ആലപ്പുഴയിൽ വരികയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് കലയെ കുറിച്ച് വാദോരാതെ സംസാരിക്കും. കലാകാരന്മാരുടെ ഒരു സംഗമ വേദിയായിരുന്നു. അങ്ങനെ വരുമായിരുന്നു പലരും. ആശ്രമം ചെല്ലപ്പൻ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അല്ല, അന്നത്തെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗമല്ലല്ലോ. ഇപ്പൊ നേരിട്ട് കണ്ട് എല്ലാവരും സംബന്ധിച്ച് പുതിയ കലാരൂപങ്ങളും കലാസൃഷ്ടികളും ഉണ്ടാക്കുകയാണ്. അങ്ങനെയായിരുന്നു ആ സ്റ്റുഡിയോ തുടങ്ങുന്ന. സ്റ്റുഡിയോയിലൂടെയാണ് ലൗലി എന്ന ടൈറ്റിൽ കിട്ടുന്നത്. ഏതായാലും അന്നത്തെ ആ കാലഘട്ടത്തിൽ ഫോട്ടോഗ്രാഫർമാർ അനുഭവിച്ച വലിയൊരു ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്ന് പല വീടുകളിലും ഇരിക്കുന്ന ഒളിമങ്ങാത്ത എന്താ പറയുക കളർ ചിത്രങ്ങളെക്കാൾ മികച്ച രീതിയിൽ ഇരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ ലൗലി കാസിം ഇക്കയുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അതുവരേക്കും